ഷിക്കു. ഒരുപാട് ഒരുപാട് നേരമായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ലാല മലപ്പുറം ആൻഡ് നസീർ ഷിക്കു അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് നമ്മളെ കോയാക്ക് വരിക, എപ്പോഴാണ് കുഞ്ഞാപ്പ് വരിക എന്ന് അറിയാൻ വേണ്ടിയിട്ടാ ആരാധകരിങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇനി മൈക്ക് നമ്മുടെ പ്രിയപ്പെട്ട ലാലയ്ക്ക് കൈമാറുകയാണ്. ഒരു സാഹസമാണല്ലോ ഇപ്പൊ നിന്നത്. ഓക്കെ, എന്താണ് സുഖല്ലേ? അതിന് തന്നെ സോറി പറയാണ്. കാരണം അവിടെ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ടാണ് നേരം വരാൻ വൈകിയത്. വേറെ ഒന്നും ഉണ്ടായതുകൊണ്ടല്ല. അവിടുത്തെ റോഡ് പണി എന്തൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ വന്നാൽ പെട്ടു, അതിൻ്റെ സെൻറ്ററിൽ പെട്ടു, പിന്നെ ഒടുക്കും പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അടി നമുക്ക് ലീവാണ്. എന്തായാലും കനക ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ ഇനാഗുറേഷൻ്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ നമ്മളെ മുത്തുമണികളെ കാണാൻ സാധിച്ചതിൽ അതിലേറെ സന്തോഷം. എന്താണ്, എല്ലാവർക്കും സന്തോഷമല്ലേ? ഉണ്ട്, ഓർക്കും സന്തോഷമുണ്ട്. അപ്പോൾ ഏതെങ്കിലും എൻ്റെ സന്തോഷത്തിന് 2 വാക്ക് പറഞ്ഞു കൊടുത്താൽ. അസ്സലാമു അലൈക്കും. അപ്പോൾ കൊമ്പങ്ങാട് തറവാട്ടിൽ നിന്ന് ഇപ്പച്ച് ഞാനും വന്നിക്കണു. എന്താ എനിക്കങ്ങനെ പറയാനറിയുള്ളൂ കേട്ടോ. ഇപ്പച്ചിൻ്റെ ചെരുപ്പൊക്കെ ഇപ്പച്ചിൻ്റെ അടുത്ത് ഉണ്ടാവും. പിന്നെ അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഉഷാറാക്കിയാലോ? അതിനല്ല വന്ന് ഇന്ന് അടിയില്ല കേട്ടോ. ആദ്യം തന്നെ പറഞ്ഞുതരാം, ഇന്ന് അടി ലീവാണ്. ഒരടി അടിക്കേ, അത് ഓരോ ദിവസത്തിൻ്റെ ഓരോ പ്രത്യേക അടികളാണ്. പറമ്പിലടി, പൂരത്തിലടി, സ്റ്റേജ് മടി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ പെരിയിൽ നല്ല അടിയിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്ന് അടിയില്ല. ഏതായാലും ഉഷാറാക്കല്ലേ? എത്തും ഉണ്ടാക്കണമൊക്കെ ഇറങ്ങിയോ? എന്നാൽ ആദ്യം തന്നെ ഒരു പാട്ടായാലോ? കൊമ്പങ്ങാട് തറവാട്ടിൽ പാട്ടായാലോ? കൂടെ പാടുവോ? ഉറപ്പാ? റെഡി? കൊമ്പങ്ങാട് കോയ അവളിപ്പച്ചിൻ്റെ സൈന കൊമ്പത്തിരുന്ന് പാടണേ, കൊമ്പത്തിരുന്ന് പാടണേ. നല്ലൊരു കൈയടി കൊടുത്താണ്. അത് കൊമ്പങ്ങാട് തറവാട്ടിലെ ഈശ്വര പ്രാർത്ഥനയാണ്. അപ്പോൾ ഇന്ന് കുടുംബത്തിൽ എല്ലാവരും വന്നിട്ടുണ്ടല്ലേ അപ്പച്ചേ? എല്ലാവരും ഉണ്ട്. അതെ. അപ്പൊ കുടുംബത്തിൽ കൊടുത്തിട്ടില്ല. സൈന കൊമ്പങ്ങാട് പോയാലല്ലോ അല്ലേ? ആണോ? അല്ല, പുൽസ് മാത്രമേ വരാത്തുള്ളൂ. പറഞ്ഞോ. അപ്പൊ തുടങ്ങല്ലേ? എന്നാ പാട്ടും കാര്യങ്ങളൊക്കെ ഉഷാറാക്കിയാണ് പോട്ടെ. മിമിക്രി കേൾക്കണ്ടേ? കുഞ്ഞാപ്പൂന്റെ മിമിക്രി കേൾക്കണ്ടേ നിങ്ങൾക്ക്? ഇന്ന് നല്ല പടക്കം പൊട്ടുന്ന പോലത്തെ ഒരു കൈയടി ആയിക്കോട്ടെ. ഓലപ്പടക്കത്തിന്റെ അത്ര ഉള്ള കൈയടി. ഒരു കാര്യമുണ്ട്, ഈ ഡിസബിലിറ്റി കുട്ടികളെ നേരെ മുന്നിൽ നിന്നുള്ള ആൾക്കാർ ഒന്നും മാറി കൊടുത്താൽ അവർക്ക് കാണാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കും. അതാണ്. ഓരോ മുന്നിൽ തടിച്ചുകൂടി നിൽക്കരുത് കേട്ടോ. ഓക്കെ, തുടങ്ങാം. കാരണം എന്താ, ഞാൻ ഈ കാര്യം കൂടെ ഇതിന്റെ ഇടയിലൊന്ന് പറഞ്ഞിട്ടെ. ഇവര് നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരാണ്. ഇവർക്ക് ഭയങ്കര ഒരു പ്രത്യേക എനർജിയാണ് അവർക്ക് നമ്മളെ കാണുമ്പോൾ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു മോള് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ മുന്നിൽ നിന്നൊന്നും മാറി നിൽക്കും. കാരണം അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജി വരാനുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഞങ്ങളെ? ആണോ? അതാണ്. ഇടക്കിടക്ക് ഓരോരോ കുഞ്ഞിലേക്കും പോകുന്നുണ്ട് നമ്മളെ ഈ സപ്പോർട്ടിന്റെ ഇടയിൽ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷങ്ങൾ എല്ലാവരും കാണാൻ പറ്റി. നമ്മൾ അങ്ങോട്ട് വരാട്ടോ. ഇതൊരു കഴിയട്ടെ. അപ്പൊ കുഞ്ഞാപ്പൂന്